നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പാക്കിംഗ് കഴിഞ്ഞു. മോളെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല ചേച്ചി. ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമായത്. അത് ഏതായാലും നന്നായി. ഇങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഈ വീട്ടിൽ കഴിയുന്നതിലും ഭേദം മാറുന്നത് തന്നെയാ. പിന്നെ മോള് താമസിക്കാൻ പോകുന്നത് ഹോസ്റ്റലിലാണേ. അവിടെ പോയി നിന്റെ തനി സ്വഭാവം കാണിച്ച അവര് പിടിച്ച് പുറത്താക്കും. അപ്പോ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു പോകരുത്. വരില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇവിടെ താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മോഷ്ടിക്കാൻ നിൽക്കരുത്. ഇതേ ഒരു പോലീസുള്ള വീടാ. ഇനി നേരത്തെ കാണിച്ചതുപോലെ വല്ല കലാപരിപാടികളും ഇറക്കിയ ചേച്ചി തൂക്കിയെടുത്ത് സെല്ലിലിടും. അവിടെ വെച്ച് കുഞ്ഞാറ്റയുടെ മുൻപിൽ വരുന്നതേ വീട്ടമ്മയായി മഞ്ജു ആയിരിക്കില്ല, കോൺസ്റ്റബിൾ മഞ്ജു ആയിരിക്കും. ഇവിടെ ചേച്ചിക്ക് കിട്ടിയ പണികൾക്കൊക്കെ അവിടെ വെച്ച് മറുപടി കിട്ടും. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. റെഡിയല്ലേ? അതെ, എന്നിറങ്ങാം. നീയാണോ ഇവളെ കൊണ്ട് പോകുന്നത്? ആ, എന്റെ വീടിന്റെ അടുത്താണല്ലോ ഇവള് താമസിക്കാൻ വന്ന ഹോസ്റ്റല്. അപ്പോ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഇറക്കുകയും ചെയ്യാം. പിന്നെ ചെറിയൊരു റെക്കമെൻഡേഷൻ ആവുമല്ലോ. ഇവൾക്ക് താമസിക്കാൻ വേറൊരു ഹോസ്റ്റലും കിട്ടിയില്ലേ? ആന്തിന് ഇവന്റെ വീട്ടിനടുത്തുള്ള ഹോസ്റ്റലാവുന്നത് നല്ലതല്ലേ? ഇവന് വല്ലപ്പോഴും ചെന്ന് അന്വേഷിക്കാനും എളുപ്പമല്ലേ? എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വക്കീലിന്റെ വീട്ടിലേക്കും പോവാം. അതെ അതെ, എന്റെ അമ്മയും മഹിമയും തമ്മിൽ ഭയങ്കര കമ്പനിയായി ഇപ്പോ. അമ്മയുടെ ഓൺലൈൻ വീഡിയോസിന്റെ ക്യാമറമാനെ ഇപ്പൊ മഹിമയാ. ഇപ്പോഴേ സോപ്പിട്ട് വച്ചിരിക്കോ പിശാശ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇറങ്ങാറായില്ലേന്ന് ചോദിച്ചതാ. എന്നാ ഇറങ്ങാം വക്കീലെ. വേണ്ട, പെട്ടി അടുത്തോളാം. താങ്ക് യു. മോളെ, ഞാനും കൂടി വരാം. വേണ്ട ചേച്ചി, ഡ്യൂട്ടിക്ക് പോവാൻ വൈകും. പിന്നൊരു ദിവസം ഇറങ്ങിയാ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചേച്ചി വിളിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയോ അപ്പ ഇറങ്ങിക്കോണം. നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. പോട്ടെ.
പുറത്താക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇതിപ്പോ അവളായിട്ട് തന്നെ ഇറങ്ങിപ്പോയി. ദൈവം നമ്മുടെ കൂടെയാണ് മോളെ, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവൂ? മഹിമയില്ലാത്തത് കൊണ്ട് മഞ്ജുവിനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളെല്ലാം തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. പക്ഷെ എനിക്കിപ്പോഴും ടെൻഷൻ മഹിമയും മുകുന്ദനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാ. അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നേ? അതെ, മോൾക്കിപ്പോഴും മുകുന്ദന് ഇഷ്ടാണോ? എനിക്ക് അന്നേ അവനെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ചെലവിന് കാശ് വരുന്നതും പിന്നീട് തേക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ഒരു മാന്യനായിരുന്നു എനിക്ക് വേണ്ടത്. അവൻ അതിന് പറ്റിയൊരു ടൈപ്പ് ആയിരുന്നു. എന്തുകൊണ്ടാണെങ്കിലും കുറെ കാലം അവനെ പ്രേമിച്ച പോലെ അഭിനയിച്ചതല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹം തോന്നില്ലേ? ഒന്നും തോന്നില്ല. അവൻ പോയി കിട്ടിയപ്പോ സമാധാനം തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ മോളെ, ശരി ശരി, അതിന് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ സമ്മതിച്ചു. മുകുന്ദനും മഹിമയും പ്രേമിക്കാൻ തുടങ്ങിയ എന്റെ എല്ലാ കഥകളും പുറത്തു വരും. മുകുന്ദൻ എന്നെ പറ്റി മഹിമയോട് പറഞ്ഞെങ്കിൽ എല്ലാം കുളമാവും. ഇപ്പൊ അവളെ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയാക്കാൻ ശ്രമിച്ചതിന് അവൾക്ക് എന്നോട് പകയുണ്ട്. ആ പക മനസ്സിൽ വെച്ച് അവള് കണ്ടുപിടിച്ചതെല്ലാം സഞ്ജുവിനെ അറിയിക്കുമെന്നാ എന്റെ പേടി. അതിന് മഹിമയ്ക്ക് മോള് സഞ്ജയനെ ഇഷ്ടപ്പെടുന്ന കാര്യം അറിയാമോ? ഇതുവരെ ഇല്ല, പക്ഷെ അത് താമസിയാതെ മാറും. മുകുന്ദനോ മഞ്ജുവോ എപ്പോഴെങ്കിലും ഈ കാര്യം മഹിമയോട് പറഞ്ഞാ എല്ലാം തീരും. അങ്ങനെയൊന്നും മോള് വിചാരിക്കണ്ട. മുകുന്ദൻ എന്തായാലും മോളെ കുറിച്ച് മഹിമയോട് ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പോഴും മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് അപകടമുണ്ട്. മഞ്ജു ഒരാളെയും കുറ്റം പറഞ്ഞു നടക്കുന്ന ആളല്ല. അതുകൊണ്ട് മോളെല്ലാം മറന്ന് സഞ്ജയനെ കുറിച്ച് മാത്രം ചിന്തിക്കേ. അവനെ എത്രയും പെട്ടെന്ന് വളച്ച് കല്യാണം കഴിക്കണം. നിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മോളെത്തും. പിന്നെ മോളെ വേദനിപ്പിച്ചവരോടെല്ലാം മോക്ക് പ്രതികാരം ചെയ്യാം. ആ ചേച്ചി, നീ എന്താ മോളെ ഹോസ്റ്റലിൽ എത്തിയിട്ട് വിളിക്കാത്തെ? ഹോസ്റ്റലിൽ എത്തിയ ഉടനെ ജോലിക്ക് പോകേണ്ടി വന്നു. ഭയങ്കര തിരക്കായിരുന്നു ചേച്ചി. ഇപ്പൊ ജോലി കഴിഞ്ഞ് തിരിച്ചു ഹോസ്റ്റലിൽ എത്തിയതേ ഉള്ളൂ. ഹോസ്റ്റൽ എങ്ങനെയുണ്ട് മോളെ? നല്ല സൗകര്യമുള്ള ഹോസ്റ്റലാ. ഇവിടുത്തെ വാർഡൻ വക്കീലിന്റെ കക്ഷിയായിരുന്നു. അതുകൊണ്ട് വാടകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നീ ജോലിക്ക് പോകുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്. രാത്രി കുറച്ച് വൈകിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും നീ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെയാ മോളെ അഡ്ജസ്റ്റ് ചെയ്യാ? ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല ചേച്ചി. എന്നെ പോലെ എൻട്രൻസിന് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് ഇവിടെ. ഇവിടെ ആവുമ്പോ പഠിക്കാനും കുറച്ചുകൂടി സൗകര്യമുണ്ട്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഗൗരിയമ്മയും വക്കീലിനെയും വിളിച്ചാൽ മതി. അവരുടെ വീട് ഇവിടെ തൊട്ടടുത്താ. ആരൊക്കെ അടുത്തുണ്ടെങ്കിലും ഞാനുള്ളത് പോലെ ആവില്ലല്ലോ. ചേച്ചി വെറുതെ വിഷമിക്കരുത്. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നത് തന്നെയാ സൗകര്യം. നീ അതൊക്കെ വെറുതെ പറയുന്നതാ. നിന്നെ ഈ വീട്ടിലുള്ളവര് മാല മോഷ്ടിച്ചതിന് കുറ്റപ്പെടുത്തിയപ്പോ നിന്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കപ്പോഴേ അറിയായിരുന്നു നീ ഇനി ഇവിടെ നിൽക്കില്ലെന്ന്. എന്നെക്കാളും കൂടുതൽ അഭിമാനം നിനക്കുണ്ടല്ലോ. ഞാൻ അഭിമാനി ആയതുകൊണ്ടൊന്നും അല്ല വീട് വിട്ട് ഇറങ്ങിയത്. എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനുമതി അമ്മയൊക്കെ ചേർന്ന് ഇനിയും കുറെ കളികൾ കളിക്കും. ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടാൻ പോകുന്നതേ ചേച്ചിയാ. എനിക്കത് കാണാൻ താല്പര്യമില്ല. ഞാൻ കാരണം ചേച്ചിക്ക് ഗുണം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ദോഷം ഉണ്ടാവരുത്. അതെന്റെ വാശിയാ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാ മോളെ. അതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി എന്നെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഹോസ്റ്റലിൽ നല്ല സുഖമാ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കരുതി ചേച്ചി ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറന്നെത്തും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നന്നായിട്ട് പഠിച്ചാ മാത്രം മതി. ശരി ചേച്ചി. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്.